ഹായ്, നമുക്കൊരു മീൻകറി വെച്ചാലോ. ഒരു നാടൻ മീൻകറി. മീൻ നേരാക്കി മുളക് തിരുമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അയിലയാണ് കറി വയ്ക്കുന്നത്. ഇപ്പോൾ തുടങ്ങാം. അയില നന്നായി കഴുകി കട്ട് ചെയ്ത് മുളകൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് തക്കാളി, ഉള്ളി, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് പൊടി ആഡ് ചെയ്യാം കേട്ടോ. ഒരര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നിറച്ചൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ കേട്ടോ. പച്ചമുളക് ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. മീൻ മസാല ഉണ്ടെങ്കിൽ ഇടാട്ടോ 1 സ്പൂണ്. നമുക്ക് മീൻ മസാല ഇല്ലാത്ത കാരണം പൊടി നന്നായി ചൂടാവട്ടെ. നമുക്ക് പുളി ഒഴിക്കാം. പുളി ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് നിറച്ചൊരു സ്പൂണ് ഉപ്പിടാട്ടോ. കുഞ്ഞാറ്റ കരയാൻ തുടങ്ങി. ഉപ്പിടാം. നന്നായിട്ട് കുറുകി വരട്ടെ. നന്ന തിളച്ച് വരുമ്പോൾ മീൻ നമ്മൾ മസാല ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനെ ഇടാം. ബാക്കിയുള്ളത് ഇതാ വറക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് മറിച്ചിടാനായിട്ടുണ്ട്. അതിന് നമുക്ക് മറിച്ചെടുക്കുക. ഞങ്ങൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ വറക്കുക. ഒന്നിച്ച് വറക്കില്ല, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് വറക്കുക. അപ്പോൾ നമുക്ക് വൃത്തിയായി കിട്ടും, ഉടയാത്ത രീതിയിൽ കിട്ടും. നല്ലോണം എണ്ണയൊക്കെ ചൂടായ ശേഷം നമ്മൾ ഇടുകയാണെങ്കിൽ നല്ല നീറ്റായി കിട്ടും. ഈ ഭാഗം കൂടെ മരിഞ്ഞു വന്നാൽ. അപ്പോൾ മീനിനൊക്കെ വില കൂടി കർക്കിടക മാസമായപ്പോൾ നമുക്ക് മീൻ ആഡ് ചെയ്യാം കേട്ടോ. മീൻ അതിലേക്ക് കൊട്ടി നന്നായി ഇളക്കി കൊടുക്കുക. ഇനി മീൻ വെന്ത് കഴിഞ്ഞാൽ താളിച്ചൊഴിക്കുക. നല്ല നാടൻ മീൻ കറി റെഡി കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അവിടെ കാണുന്നൊരു ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യണം. പിന്നെ എന്ത് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ. അടുത്ത കുക്കിംഗ് വീഡിയോയിൽ കാണാം. ഇതാട്ടോ താളിച്ചൊഴിക്കുകയാണ്. ഉലുവ, കടുക്, വറ്റൽമുളക്, ഉണക്കമുളക് എന്ന് പറയും കേട്ടോ. വറ്റൽമുളക് എന്നും പറയും, ഉണക്കമുളക്. പിന്നെ ഉള്ളി, കറിവേപ്പില. അപ്പോൾ നമുക്ക് താളിച്ചൊഴിക്കാം. ഇതാട്ടോ നല്ല നാടൻ മീൻ വറുത്തതും മീൻ കറി. മീൻ വറുത്തത്, മീൻ കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ.